നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. നവജാത ശിശുക്കളുടെ കൊലപാതകം. പ്രതികളായ അനീഷയുടെ നൂലുവള്ളിയിലെ വീട്ടിലും ഭവിന്റെ ആമ്പല്ലൂരിലെ വീട്ടിലും തെളിവെടുപ്പ് നടത്തി. രണ്ടുപേരുടെയും വീടിനോട് ചേർന്ന് നവജാത ശിശുക്കളുടെ മൃതദേഹാവശിഷ്ടങ്ങൾ കുഴിച്ചെടുത്തു. നവജാത ശിശുക്കളുടെ കൊലപാതകം. നടുക്കം വിട്ടുമാറാതെ നൂലുവള്ളി ഗ്രാമം. അവിവാഹിതയായ 23-കാരി ആരും അറിയാതെ വീടിനുള്ളിൽ 2 തവണ പ്രസവിച്ചുവെന്നും നൊന്തുപെറ്റ കുരുന്നുകളെ ശ്വാസം മുട്ടിച്ചു കൊന്നുവെന്നുമുള്ള വാർത്തകൾ കേട്ടത് ഞെട്ടലോടെ. മറ്റത്തൂർ പഞ്ചായത്തിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ LDF ഭരണ നേതൃത്വം നടപടിയെടുക്കുന്നില്ലെന്ന് ആരോപിച്ച് യൂത്ത് കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം കമ്മിറ്റി പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ റോഡ് ഉപരോധിച്ചു. തൃക്കൂർ പഞ്ചായത്ത് UDF ഭരണസമിതിയുടേത് സ്ത്രീവിരുദ്ധ നിലപാടുകളാണെന്ന് ആരോപിച്ച് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പഞ്ചായത്ത് ഓഫീസ് മാർച്ച് നടത്തി. പുതുക്കാട് സെന്റ് ആന്റണീസ് HSSലും ചെങ്ങാലൂർ സെന്റ് മേരീസ് ഹൈസ്കൂളിലും ലഹരിക്കെതിരെ ബോധവൽക്കരണം സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. നവജാത ശിശുക്കളുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പ്രതികളായ അനീഷയുടെ നൂലുവള്ളിയിലെ വീട്ടിലും ഭവിന്റെ ആമ്പല്ലൂരിലെ വീട്ടിലും തെളിവെടുപ്പ് നടത്തി. 2 പേരുടെയും വീടിനോട് ചേർന്ന് നവജാത ശിശുക്കളുടെ മൃതദേഹാവശിഷ്ടങ്ങൾ കുഴിച്ചെടുത്തു. നവജാത ശിശുക്കളുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായ അനീഷയുടെ വീട്ടിൽ തിങ്കളാഴ്ച രാവിലെ ഫോറൻസിക് വിദഗ്ധർ പരിശോധന നടത്തി. ഇരിങ്ങാലക്കുട RDO, പുതുക്കാട് വെള്ളിക്കുളങ്ങര CIമാർ, പോലീസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ഫോറൻസിക് സംഘം രാവിലെ 10:30 നൂലുവള്ളിയിലുള്ള അനീഷയുടെ വീട്ടിലെത്തിയത്. പ്രതി അനീഷയെയും സ്ഥലത്ത് കൊണ്ടുവന്നുവെങ്കിലും പോലീസ് വാഹനത്തിൽ നിന്ന് ഇറക്കിയില്ല. ഞായറാഴ്ച രാത്രി തെളിവെടുപ്പിനായി കൊണ്ടുവന്നപ്പോൾ പോലീസിന് കുഞ്ഞിനെ കുഴിച്ചിട്ട സ്ഥലം അനീഷ പോലീസിന് കാണിച്ചു കൊടുത്തിരുന്നു. ഇതനുസരിച്ചാണ് വീടിനോട് ചേർന്നുള്ള ഒഴിഞ്ഞ സ്ഥലത്തെ മരച്ചുവട്ടിൽ രാവിലെ മണ്ണുമാന്തി പരിശോധന നടത്തിയത്. ഉച്ചയോടെ പരിശോധന അവസാനിപ്പിച്ച് ഫോറൻസിക് സംഘം മടങ്ങി. പരിശോധനയിൽ നവജാത ശിശുവിന്റെ ജഡാവശിഷ്ടങ്ങൾ ലഭിച്ചതായാണ് സൂചന. 2021 നവംബറിലാണ് അനീഷ താൻ പ്രസവിച്ച ആദ്യ കുഞ്ഞിനെ ഇവിടെ കുഴിച്ചിട്ടതെന്ന് പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നു. കുഞ്ഞ് പ്രസവിച്ചപ്പോൾ തന്നെ മരിച്ചിരുന്നുവെന്നാണ് അനീഷ പോലീസിന് നൽകിയ മൊഴി. നൂലുവള്ളിയിലെ വീട്ടിൽ ഫോറൻസിക് പരിശോധന നടക്കുന്നതറിഞ്ഞ് ഒട്ടേറെ പേർ സ്ഥലത്തെത്തി. ആവശ്യമുള്ള നമുക്ക് പരിശോധനയ്ക്കുള്ള ഇതിന്റെ ബാക്കി ഇത് കിട്ടിയിട്ടുള്ളതാണ്. ബോൺ കിട്ടിയിട്ടുണ്ട്. കുട്ടിയുടെയാണ്, രണ്ടാമത്തെ കുട്ടിയുടെയാണോ? അത് പരിശോധിക്കണം. അപ്പോൾ ബോൺ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന് കൂടുതൽ പരിശോധനകൾ നടത്തണം. DNA മറ്റും നടപടി ചെയ്യണം. അത് ഇന്ന് കോടതിയിലാണ്. അത് മറ്റാരെങ്കിലും ഈ കേസിൽ കസ്റ്റഡിയിൽ അത് കൂടുതൽ അന്വേഷിക്കാനുണ്ട്. ഈ ഭവനെ ഇപ്പോൾ എടുത്ത് തെളിവെടുപ്പ് നടത്തിയല്ലോ, അപ്പോൾ എന്തെങ്കിലും ഭവൻ പറയുക എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അല്ല, അത് വേറൊരു കാര്യത്തിന് നോക്കാൻ വേണ്ടി. നവജാത ശിശുക്കളുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട 2ാം പ്രതി ഭവിന്റെ വീട്ടുപരിസരത്തു നിന്നും 2ാമത്തെ നവജാത ശിശുവിന്റെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെടുത്തു. ഇരിങ്ങാലക്കുട RDOയുടെ സാന്നിധ്യത്തിൽ ഫോറൻസിക് വിദഗ്ധർ, ചാലക്കുടി DYSP PC ബിജുകുമാർ, SHO M മഹേന്ദ്രസിംഹൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പരിശോധനയ്ക്കെത്തിയത്. പ്രതി ഭവിനെയും പോലീസ് സ്ഥലത്തെത്തിച്ചിരുന്നു. വീടിന്റെ വശത്തുള്ള തോടിനോട് ചേർന്നാണ് ഭവിൻ 2ാമത്തെ കുഞ്ഞിന്റെ മൃതദേഹം കുഴിച്ചിട്ടിരുന്നത്. അസ്ഥി കഷ്ണങ്ങൾ ഇവിടെ നിന്നും ലഭിച്ചു. ലഭിച്ച അവശിഷ്ടങ്ങൾ പോലീസ് ഇൻക്വസ്റ്റ് പൂർത്തീകരിച്ച ഫോറൻസിക് പരിശോധനകൾക്ക് അയച്ചു. ഞായറാഴ്ച രാത്രി തെളിവെടുപ്പിനിടെ കുഞ്ഞിന്റെ മൃതദേഹം കുഴിച്ചിട്ട സ്ഥലം ഭവിൻ പോലീസിന് കാണിച്ചു കൊടുത്തിരുന്നു. 2 പേരെയും തിങ്കളാഴ്ച തന്നെ കോടതിയിൽ ഹാജരാക്കും. നവജാത ശിശുക്കളുടെ കൊലപാതകം. നടുക്കും വിട്ടുമാറാതെ നൂലുവള്ളി ഗ്രാമം. അവിവാഹിതയായ 23-കാരി ആരും അറിയാതെ വീടിനുള്ളിൽ 2 തവണ പ്രസവിച്ചുവെന്നും നൊന്തുപെറ്റ കുരുന്നിനെ ശ്വാസം മുട്ടിച്ചു കൊന്നുവെന്നുമുള്ള വാർത്തകൾ പുറത്തുവരുമ്പോൾ അമ്പരന്ന് നിൽക്കുകയാണ് നാട്ടുകാർ. തങ്ങൾ നിത്യവും കാണുന്ന ഒരു ഗ്രാമീണ പെൺകുട്ടി ഇത്തരത്തിൽ ക്രൂരമായൊരു പ്രവൃത്തി ചെയ്തുവെന്ന് വിശ്വസിക്കാൻ ഇനിയും നൂലുവള്ളി ഗ്രാമവാസികൾക്കായിട്ടില്ല. മറ്റത്തൂർ പഞ്ചായത്തിലെ നൂലുവള്ളി മന്ദാരംകടവ് റോഡരികിലുള്ള സാധാരണ കുടുംബത്തിലെ അംഗമാണ് നവജാത ശിശുക്കളുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായ അനീഷ. പിതാവ് മരണപ്പെട്ട ശേഷം അമ്മയ്ക്കും സഹോദരനുമൊപ്പം ജീവിച്ചുവരുന്ന ഈ യുവതി ലാബ് ടെക്നീഷ്യൻ ജോലിക്ക് പോകുന്നതും വരുന്നതും അയൽവാസികളും നാട്ടുകാരും കാണാറുണ്ടെങ്കിലും ആരുമായും ഇവരുടെ കുടുംബത്തിന് വലിയ അടുപ്പമില്ലാതിരുന്നതിനാൽ ഇവരുടെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് അറിയില്ലായിരുന്നു.
ഞായറാഴ്ച പുലർച്ചെ പോലീസ് ഇവരുടെ വീട്ടിലെത്തുകയും മാധ്യമങ്ങളിൽ നവജാത ശിശുക്കളുടെ കൊലപാതകം സംബന്ധിച്ച് വാർത്തകൾ വരികയും ചെയ്തപ്പോഴാണ് അയൽവാസികൾ പോലും കാര്യങ്ങൾ അറിഞ്ഞത്. മറ്റത്തൂർ പഞ്ചായത്തിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ LDF ഭരണ നേതൃത്വം നടപടിയെടുക്കുന്നില്ലെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം കമ്മിറ്റി പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ റോഡ് ഉപരോധിച്ചു. വെള്ളിക്കുളങ്ങര പോലീസ് പ്രവർത്തകരെ റോഡിൽ നിന്ന് മാറ്റി. പ്രതിഷേധ സമരം കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ലിൻഡോ പള്ളിപ്പറമ്പൻ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം പ്രസിഡന്റ് പ്രതീഷ് പണ്ടാരത്തിൽ അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി നൈജോ ആന്റോ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലൂപ്പറമ്പിൽ, യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി ലിനോ മൈക്കിൾ, CH സാദത്ത്, AM ബിജു, ഷൈനി ബാബു, KA ഹനീഫ, സിജിൽ ചന്ദ്രൻ, ജിനേഷ് വെട്ടിയാട്ടിൽ എന്നിവർ പ്രസംഗിച്ചു. തൃക്കൂർ പഞ്ചായത്ത് UDF ഭരണസമിതിയുടേത് സ്ത്രീ വിരുദ്ധ നിലപാടുകളാണെന്നാരോപിച്ച് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പഞ്ചായത്ത് ഓഫീസ് മാർച്ച് നടത്തി. കുടുംബശ്രീക്ക് ഓഫീസ് അനുവദിക്കുക, വനിതാ ഫിറ്റ്നസ് സെന്റർ കാര്യക്ഷമമായി പ്രവർത്തിപ്പിക്കുക, അങ്കണവാടി ഇല്ലാത്ത വാർഡുകളിൽ സ്ഥലം കണ്ടെത്തി കെട്ടിടം നിർമ്മിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് സംഘടിപ്പിച്ചത്. പ്രതിഷേധ യോഗം മഹിളാ അസോസിയേഷൻ ജില്ലാ ട്രഷറർ KR സീത ഉദ്ഘാടനം ചെയ്തു. മായ രാമചന്ദ്രൻ അധ്യക്ഷയായി. മഹിളാ അസോസിയേഷൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി സോന K കരീം, ഒല്ലൂർ ഏരിയ സെക്രട്ടറി ഷീല മനോഹരൻ, രമണി കുമാരൻ, പ്രസന്ന ഷാജു എന്നിവർ പ്രസംഗിച്ചു. വികസനത്തിന്റെ പുതുകാലത്തെപ്പറ്റി ചർച്ച ചെയ്യുമ്പോഴും നിരത്തിലെ കുഴികളിൽ വീണ് മനുഷ്യജീവന് അപകടം സംഭവിക്കുന്നത് പതിവ് വാർത്തയായി മാറുകയാണ്. 1000 വട്ടം ചർച്ച ചെയ്തിട്ടും തുറന്നു തന്നെ കിടക്കുകയാണ് നിരത്തിലെ അപകടക്കുഴികൾ. അളഗപ്പ നഗർ പഞ്ചായത്ത് 12, 13 വാർഡുകൾ ഉൾപ്പെടുന്ന കരുവാപ്പടി പൂക്കോട് റോഡ് തകർന്ന് യാത്രാ ദുരിതമേറി. 10 വർഷത്തിലേറെയായി കരുവാപ്പടി പൂക്കോട് റോഡിൽ അറ്റകുറ്റപ്പണികൾ നടന്നിട്ട് 2 സ്വകാര്യ ബസ്സുകളും സ്കൂൾ വാഹനങ്ങളും അടക്കം നിരവധി വാഹനങ്ങൾ സഞ്ചരിക്കുന്ന ഈ പാതയിൽ കാൽനട യാത്ര പോലും ദുസ്സഹമാണ്. പ്രാഥമികാരോഗ്യ കേന്ദ്രം, മൃഗാശുപത്രി തുടങ്ങിയ ആവശ്യങ്ങൾക്ക് നിരവധി പേർ ആശ്രയിക്കുന്ന ഈ റോഡിൽ കുഴികൾ നിറഞ്ഞതോടെ ഓട്ടോ അടക്കമുള്ള വാഹനങ്ങൾ ഇവിടേക്ക് ഓട്ടം വരാൻ മടി കാണിക്കുകയാണ്. മഴയില്ലാത്ത സമയത്ത് കുഴിയിൽ ചാടിയാണെങ്കിലും ഇരുചക്ര വാഹനങ്ങൾക്ക് യാത്ര ചെയ്യാം. മഴക്കാലത്ത് റോഡിലെ കുഴികളിൽ വെള്ളം നിറഞ്ഞ് ഒരു വാഹനത്തിനും പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. കരുവാപ്പടി പൂക്കോട് റോഡ് കാൽനടക്കാർക്ക് പോലും നടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ റോഡ് തകർന്നിരിക്കുകയാണ്. നിരവധി സ്കൂൾ ബസ്സുകൾ, പ്രൈവറ്റ് ബസ്, മറ്റ് ചെറു വാഹനങ്ങൾ, 100 കണക്കിന് വാഹനങ്ങൾ പോകുന്ന പ്രധാനപ്പെട്ട റോഡാണിത്. ഒരു ഓട്ടോറിക്ഷ വിളിച്ചാൽ പോലും വരാൻ പറ്റാത്ത അവസ്ഥയിൽ റോഡ് തകർന്നിരിക്കുകയാണ്. താൽക്കാലികമായിട്ട് ആ റോഡ് കോറി വേസ്റ്റ് ഇട്ട് അടച്ച് സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടത്. നിരവധി തവണ അധികൃതരോട് പരാതി പറഞ്ഞെങ്കിലും ആരും ഈ പ്രദേശത്തുകാരുടെ യാത്രാ ദുരിതം പരിഗണിച്ചില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നാൽ റോഡ് വികസനം ഇനിയും ഒരുപാട് വൈകും. മഴ മാറി നിന്നാൽ താൽക്കാലിക അറ്റകുറ്റപ്പണികളെങ്കിലും നടത്തി പാത സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. റോഡ് നന്നാക്കാതെ വോട്ട് ചോദിച്ച് ആരും ഇതുവഴി വരേണ്ട എന്ന നിലപാടിലാണ് പ്രദേശവാസികൾ. കരുവാപ്പടി പൂക്കോട് റോഡ് തകർന്ന് തരിപ്പണമായതോടെ യാത്ര അതീവ ദുഷ്കരമായി. കാൽനട യാത്ര പോലും അസാധ്യമായ ഈ റോഡിൽ മഴ കനത്തതോടെ കുഴികളിൽ വെള്ളം നിറഞ്ഞ് അപകടങ്ങളും പതിവായിരിക്കുകയാണ്. അധികൃതരുടെ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ക്യാമറാമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. CPI തൃശൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ജനാധിപത്യ ക്രമത്തിലെ പെണ്ണിടങ്ങൾ എന്ന സെമിനാർ മന്ത്രി J. ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു. CPI സംസ്ഥാന കൌൺസിൽ അംഗം ഷീല വിജയകുമാർ അധ്യക്ഷയായി. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് സൂസൻ കോടി, മാധ്യമപ്രവർത്തക KK ഷാഹിന, മന്ത്രി K. രാജൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, നേതാക്കളായ KS ജയ, രാജി രാജൻ, TR രമേഷ് കുമാർ, ഷീന പറയങ്ങാട്ടിൽ, TK സുധീഷ്, CU പ്രിയൻ, PK ശേഖരൻ എന്നിവർ പ്രസംഗിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഇന്ന് ജില്ലാ സമ്മേളനത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. തൃശ്ശൂരിലെ ജില്ലാ സമ്മേളനം ഈ ജൂലൈ മാസം 10 മുതൽ 13 വരെയുള്ള തീയതികളിൽ ഇവിടെ സംഘടിപ്പിക്കുമ്പോൾ ശ്രദ്ധ നേടിയിട്ടുണ്ട് എന്നുള്ളതാണ്. 2023
പുതുക്കാട് സെയിന്റ് ആന്റണീസ് HSSൽ ലഹരിക്കെതിരെ ബോധവൽക്കരണം സംഘടിപ്പിച്ചു. സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് ഇന്റലിജൻസ് വിംഗ് SI AK വിനോദ് കുമാർ മുഖ്യാതിഥിയായി. പ്രിൻസിപ്പൽ ടോബി തോമസ് അധ്യക്ഷനായി. സ്കൂൾ ഫസ്റ്റ് അസിസ്റ്റന്റ് ബേബി ഹെലൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ വിമുക്തി ക്ലബ് കൺവീനർ മർഫിൻ ടി ഫ്രാൻസിസ്, നിരഞ്ജന ബിജു, ഗ്രേസ് മരിയ ജോയ്, സ്റ്റാഫ് സെക്രട്ടറി CB ശ്രീലേഖ, സ്കൂൾ സീനിയർ അസിസ്റ്റന്റ് ബോബി പുതുക്കാടൻ എന്നിവർ പ്രസംഗിച്ചു. ഇത് പറയുമ്പോൾ ആദ്യം എല്ലാവർക്കും അറിയാം, MDMA, കഞ്ചാവ്, ഇതേപോലുള്ള ഒരുപാട് ലഹരികൾ വ്യാപിക്കുന്നുണ്ട്. നമുക്കറിയാം. നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഡാൻസ് കളിക്കലാണ് ലഹരി പറയുന്നത്. അതൊരു ലഹരിയാണ്. പാട്ട് പാടുന്നതാണ്. ലഹരിയുടെ ദിനം നമ്മൾ ആഘോഷിക്കുകയാണ്. ജൂൺ 26 ആയിരുന്നുവെങ്കിലും മഴ കൊണ്ട് നമ്മുടെ ആ ഒരു പരിപാടി മാറ്റിവെച്ചത്. ലഹരി ഇന്നത്തെ യുവതലമുറയെ കാർന്നു നിൽക്കുന്ന ഏറ്റവും വലിയ മഹാമാരിയാണ് ഇത്. നമ്മൾ As you have heard or you might have known, drugs does not only harm our body and mind, they steal your dreams, they blur your purpose and derail the beautiful life of journey you are meant to have. So always remember, your life is precious. ചെങ്ങാലൂർ സെന്റ് മേരീസ് ഹൈസ്കൂളിൽ ലഹരിക്കെതിരെ ബോധവൽക്കരണ സന്ദേശ റാലി സംഘടിപ്പിച്ചു. JRC സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ ജീവിതലഹരിയുടെ 100 പൂക്കൾ വിരിയട്ടെ എന്ന സന്ദേശം പകരുന്ന ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചു. ചെങ്ങാലൂർ, നന്ദിപുലം, ശാന്തിനഗർ, ചെങ്ങാലൂർ GLPS എന്നിവിടങ്ങളിലാണ് ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചത്. പ്രധാന അധ്യാപിക ജിജിമോൾ ജോണി, അധ്യാപകരായ KT ഷീബ, PG ആൻഡ്രു, PTA എക്സിക്യൂട്ടീവ് അംഗം ജോൺ C ജോൺസൺ എന്നിവർ പ്രസംഗിച്ചു. അധ്യാപകരായ അനൂപ് C വർഗീസ്, രമ്യ A ശശിധരൻ, ഡെന്നി തോമസ്, PTA അംഗം ഡിബിൻ എന്നിവർ നേതൃത്വം നൽകി. വരന്തരപ്പള്ളി CJM HSSൽ സുംബ പരിശീലനവും പേപ്പട്ടി വിഷബാധ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. പഞ്ചായത്ത് അംഗം ജോൺ തുലാപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. പ്രധാന അധ്യാപകൻ ജോവൽ V ജോസഫ് അധ്യക്ഷത വഹിച്ചു. വരന്തരപ്പള്ളി കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ TR രാജേഷ് പേവിഷബാധയും പ്രതിരോധ പ്രവർത്തനങ്ങളും എന്ന വിഷയത്തിൽ ക്ലാസ് നയിച്ചു. അധ്യാപകരായ രേഷ്മ ജോൺസൺ, ബിൻസി ജോബി എന്നിവർ സുംബ പരിശീലനത്തിന് നേതൃത്വം നൽകി. 1400ഓളം വിദ്യാർത്ഥികളും 60ഓളം അധ്യാപകരും സുംബ പരിശീലനത്തിൽ പങ്കെടുത്തു. നിങ്ങൾക്ക് ഏവർക്കും അറിയാം, ഇന്ന് നമ്മുടെ കുറച്ച് കൂട്ടുകാർക്കൊക്കെ ഈ പേവിഷബാധ ക്യാമ്പിലേക്കുണ്ട്. ഇവിടെ കുറച്ച് പ്രൊഫഷണൽ ടീം കൊണ്ടുവന്നിട്ടുണ്ട്. ഇവർക്ക് നമുക്ക് ആരോഗ്യ പ്രവർത്തകർ നമ്മുടെ ആരോഗ്യത്തിനും നല്ല അന്തരീക്ഷത്തിനും വേണ്ടി ഒരുപാട് പ്രയത്നിക്കുന്ന ആളുകളാണ്. എല്ലാവർക്കും ശുഭം ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ്, ബഹുമാനപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നിർദ്ദേശിച്ചനുസരിച്ചിട്ടാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഒരു കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി. അധ്യാപകർക്ക് കഴിയുന്നുണ്ട്. കോടാലി ഗവൺമെന്റ് ആശുപത്രി കോമ്പൌണ്ടിൽ നവീകരിച്ച കർമ്മനീതി മെഡിക്കൽസിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ നിർവഹിച്ചു. ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷൻ EK സദാശിവൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സജിത രാജീവൻ, MR രഞ്ജിത്ത്, ഡോക്ടർ റോഷ് എന്നിവർ പ്രസംഗിച്ചു. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് 2ാം വാർഡ് നാടിപ്പാറയിൽ 14.85 ലക്ഷം രൂപ ചിലവഴിച്ച് നിർമ്മിച്ച വിജ്ഞാൻവാടിയുടെ ഉദ്ഘാടനം പ്രസിഡന്റ് അശ്വതി വിബി നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം NP അഭിലാഷ് അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ സനല ഉണ്ണികൃഷ്ണൻ, വാർഡ് വികസന സമിതി കൺവീനർ VS സുബീഷ്, അനാമിക K ശശി എന്നിവർ പ്രസംഗിച്ചു. വെള്ളിക്കുളങ്ങര ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് EH സഹീർ അധ്യക്ഷത വഹിച്ചു. താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി NS വിദ്യാധരൻ, പഞ്ചായത്ത് അംഗം ചിത്ര സുരാജ്, ജയകുമാർ പാലക്കൽ, KV ഷാജു, MM ഷമീറ എന്നിവർ പ്രസംഗിച്ചു. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്ക് പ്രൊഫസർ കേശവൻ വെള്ളിക്കുളങ്ങരയുടെ പേരിൽ ഏർപ്പെടുത്തിയ ഉപഹാരങ്ങൾ ചടങ്ങിൽ സമ്മാനിച്ചു. ക്ഷേത്രവാദ്യ കലാകാരന്മാരുടെ കൂട്ടായ്മയായ കൊടകര മേളകലാ സംഗീത സമിതിയുടെ സുവർണ മുദ്രയ്ക്ക് ചെണ്ട കലാകാരൻ കൊടകര വിജിൽ മേനോൻ അർഹനായി. ഓഗസ്റ്റ് 17 വൈകിട്ട് 4-ന് കൊടകര പൂന്തിലാർക്കാവ് ക്ഷേത്ര മൈതാനിയിൽ നടക്കുന്ന സമിതിയുടെ 15ാം വാർഷിക വേദിയിൽ പുരസ്കാരം സമ്മാനിക്കും. 4 നൂറ്റാണ്ടായി മധ്യകേരളത്തിലെ മേളകലാരംഗത്ത് സജീവ സാന്നിധ്യമാണ് വിജിൽ മേനോൻ.
കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിൽ ബിരുദ വിദ്യാർത്ഥികളുടെയും ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികളുടെയും കോൺവക്കേഷൻ സംഘടിപ്പിച്ചു. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ ജഗതി രാജ് ബിരുദദാന ചടങ്ങ് നിർവഹിച്ചു. ഇരിങ്ങാലക്കുട ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ, സഹൃദയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാനേജർ മോൺസിഞ്ഞോർ വിൽസൺ ഈരത്തറ, സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് ഡയറക്ടർ ഫാദർ ഡോക്ടർ ഡേവിസ് ചെങ്ങിനിയാടൻ, പ്രിൻസിപ്പൽ ഡോക്ടർ കെ എൽ ജോയ്, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ കരുണ, ഫിനാൻസ് ഓഫീസർ ഫാദർ സിബിൻ വാഴപ്പള്ളി, പ്രൊഫസർ വി ജെ തോമസ്, പ്രൊഫസർ ഡോക്ടർ സനിൽ രാജ്, ഡോക്ടർ എം ബി ഷീബ, പ്രോഗ്രാം കൺവീനർ ആശ സുധീഷ് എന്നിവർ പ്രസംഗിച്ചു. ഗൃഹനാഥയെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ യൂത്ത് കോൺഗ്രസ് നേതാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. യൂത്ത് കോൺഗ്രസ് കൊടുങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് ജസീൽ അലങ്കാരത്തിനെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. വലപ്പാട് സ്വദേശിനിയായ ഗൃഹനാഥയാണ് ഇയാൾക്കെതിരെ പരാതി നൽകിയത്. എന്നാൽ പരാതി വ്യാജമാണെന്നും പരാതിക്കാരിയുമായി ഫോൺ വഴിയുള്ള പരിചയം മാത്രമാണ് ജസീലിനുള്ളതെന്നും കഴിഞ്ഞ 2 വർഷമായി പരാതിക്കാരി ജസീലിനെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടുവന്നിരുന്നതായും ജസീലിന്റെ കുടുംബവും സുഹൃത്തുക്കളും പറഞ്ഞു. വിഷയത്തിൽ പരാതിക്കാരിക്കെതിരെ കോടതിയെ സമീപിക്കുമെന്നും അവർ വ്യക്തമാക്കി. കാലാവസ്ഥ. ഇന്ന് കൂടിയ ചൂട് 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 24 ഡിഗ്രി സെൽഷ്യസ്. തൃശൂർ ജില്ലയിൽ നിന്നുള്ള മികച്ച 10 കുടുംബശ്രീ മൈക്രോ സംരംഭകരെ തിരഞ്ഞെടുത്ത് കേരള വിഷൻ അവാർഡുകൾ നൽകി ആദരിക്കുന്നു. കേരള വിഷൻ കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് അവാർഡിന് അപേക്ഷിക്കാൻ താൽപര്യമുള്ള കുടുംബശ്രീ സംരംഭകർ ജൂൺ 30-നകം അപേക്ഷകൾ സമർപ്പിക്കുക. ജൂലൈ 12-ന് തൃശൂർ DBCLC ഹാളിൽ വൈകിട്ട് 5-നാണ് അവാർഡ് സമർപ്പണം. കൂടുതൽ വിവരങ്ങൾക്ക് 800800600668 അല്ലെങ്കിൽ kvnprojects24@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലും ബന്ധപ്പെടാം. സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 8915 രൂപ, പവന് 71,320 രൂപ. വരാക്ര കാളക്കല്ല് പുത്തൻപുര ചന്ദ്രൻ അന്തരിച്ചു. 75 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഭാര്യ സുമ, സൗമ്യ, സൂര്യ, കൃഷ്ണദാസ് എന്നിവർ മക്കളും, ഷാജു, നൈജു, നിഖിത എന്നിവർ മരുമക്കളുമാണ്. പുലക്കാട്ടുക്കര കുണ്ടേപ്പറമ്പിൽ അനിയന്റെ മകൻ ബാബു അന്തരിച്ചു. 50 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. കോടാലി കൊരേച്ചാൽ ചെറിയടത്ത് പറമ്പിൽ സാറ ഹനീഫ അന്തരിച്ചു. 83 വയസ്സായിരുന്നു. ഖബറടക്കം ചൊവ്വാഴ്ച രാവിലെ 9-ന് കോടാലി ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ. ഷൌക്കർ, ഷക്കീർ, സാദത്ത്, ഷഹീബ്, ഷക്കീല, സബീല, ഷൈല എന്നിവർ മക്കളും, നദീറ, മിനി, സുബൈദ, സുമയ്യ, ഷാഹുൽ ഹമീദ്, മുഹമ്മദ് ഹനീഫ, ഷാഹുൽ ഹമീദ് എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. നവജാത ശിശുക്കളുടെ കൊലപാതകം. പ്രതികളായ അനീഷയുടെ നൂലുവള്ളിയിലെ വീട്ടിലും ഭവിന്റെ ആമ്പല്ലൂരിലെ വീട്ടിലും തെളിവെടുപ്പ് നടത്തി. 2 പേരുടെയും വീടിനോട് ചേർന്ന് നവജാത ശിശുക്കളുടെ മൃതദേഹ അവശിഷ്ടങ്ങൾ കുഴിച്ചെടുത്തു. നവജാത ശിശുക്കളുടെ കൊലപാതകം. നടുക്കം വിട്ടുമാറാതെ നൂലുവള്ളി ഗ്രാമം. അവിവാഹിതയായ 23-കാരി ആരും അറിയാതെ വീടിനുള്ളിൽ 2 തവണ പ്രസവിച്ചുവെന്നും നൊന്തുപെറ്റ കുരുന്നുകളെ ശ്വാസം മുട്ടിച്ചു കൊന്നുവെന്നുമുള്ള വാർത്തകൾ കേട്ടത് ഞെട്ടലോടെ. മറ്റത്തൂർ പഞ്ചായത്തിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ LDF ഭരണ നേതൃത്വം നടപടിയെടുക്കുന്നില്ലെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം കമ്മിറ്റി പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ റോഡ് ഉപരോധിച്ചു. തൃക്കൂർ പഞ്ചായത്ത് UDF ഭരണസമിതിയുടേത് സ്ത്രീവിരുദ്ധ നിലപാടുകളാണെന്ന് ആരോപിച്ച് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പഞ്ചായത്ത് ഓഫീസ് മാർച്ച് നടത്തി. പുതുക്കാട് സെന്റ് ആന്റണീസ് HSSലും ചെങ്ങാലൂർ സെന്റ് മേരീസ് ഹൈസ്കൂളിലും ലഹരിക്കെതിരെ ബോധവൽക്കരണം സംഘടിപ്പിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.